യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടക്കാം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകേ നാടിനും വീടിനും നന്മയെ നമസ്കാരം. തന്റെ 13ാം പിറന്നാളിന് സമ്മാനമായ ഒരു ഡയറി ലഭിച്ചപ്പോൾ പൂക്കളെക്കുറിച്ചും മഞ്ഞുകാലത്തെക്കുറിച്ചുമൊക്കെ അതിൽ നിറയെ എഴുതണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. എന്നാൽ താൻ അനുഭവിച്ചതും നേരിൽ കണ്ടതുമായ മനുഷ്യക്കുരുതിയെക്കുറിച്ചാണ് അവൾക്ക് ആ ഡയറിയിൽ എഴുതേണ്ടി വന്നത്. ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ നാസി കൂട്ടക്കൊലയുടെ നടുക്കുന്ന ഓർമ്മകളായി ഇന്നും നമുക്ക് മുന്നിലുണ്ട്. ആരുടെയൊക്കെയോ ഡയറി കുറിപ്പുകളാകാമായിരുന്ന കേരളീയ സ്ത്രീ സമൂഹത്തിന്റെ ദുരിതാവസ്ഥയെ തുടച്ചു നീക്കുകയായിരുന്നു കുടുംബശ്രീ നാളിതുവരെ. നാട്ടിലെ നല്ല കാര്യങ്ങളുടെ ഇന്നത്തെ ദിനക്കുറിപ്പ് ഇവിടെ ആരംഭിക്കുന്നു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശമാണ് ചാത്തമംഗലം. ചാലിയാർ, ഇരുവഴഞ്ഞി, ചെറുപുഴ ഇങ്ങനെ 3 ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കാർഷിക ഭൂമി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. സ്വാഗതം ചെയ്യാം കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം കുടുംബശ്രീ യൂണിറ്റിനെ ദൂരദർശന്റെ വേദിയിലേക്ക്. ചാത്തമംഗലം CDS മൊത്തം ADS 23, അയൽക്കൂട്ടം 407, BPL അംഗങ്ങൾ 4950, APL അംഗങ്ങൾ 1700, SC അംഗങ്ങൾ 1298, ST അംഗങ്ങൾ ഇല്ല. ചാത്തമംഗലത്തെ കുടുംബശ്രീ കൂട്ടായ്മയെ ഇനി നമുക്ക് പരിചയപ്പെടാം. ലീല വി, ME കൺവീനർ. സുനിത പി, CDS മെമ്പറാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. സാദിറ വി, CDS ചെയർപേഴ്സൺ. ഷാലു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. പ്രതീക്ഷ കുടുംബശ്രീ അംഗം കൂടിയാണ്. രാജഗോപാലൻ, ചാത്തോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമുക്ക് നമ്മുടെ വിധികർത്താക്കൾ ആരൊക്കെയാണെന്ന് അറിയാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനിൻ സുകുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS. എഴുത്തുകാരിയും ഹൈക്കോടതി അഭിഭാഷകയുമായ അഡ്വക്കേറ്റ് രാധിക. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജു. ചാത്തമംഗലത്തെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. ചർച്ചയ്ക്കുള്ള സമയം. ചെയർപേഴ്സൺ, എങ്ങനെയാണ് ചാത്തമംഗലം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ ചുരുക്കത്തിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നത്? ചാത്തമംഗലം പഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഊന്നൽ നൽകുന്ന പ്രദേശമാണ്. സ്ത്രീ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹ്യ ശാക്തീകരണം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ മിഷനും പഞ്ചായത്തും വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിവരുന്നു. കൂടാതെ CDSന്റെ തനത് പരിപാടിയായി IJR ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം, മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണത്തിലൂടെ നാടകം അവതരിപ്പിക്കുന്നു. ഇനി ഞങ്ങളുടെ ലക്ഷ്യം
സാമ്പത്തിക ഭദ്രത എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും ഉറപ്പുവരുത്തലാണ് ഞങ്ങളുടെ. അത് ഭാവിയാണോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ശരി, അപ്പൊ നമുക്ക് ആ ഹരിതശ്രീ ഒന്ന് കണ്ടിട്ട് ചർച്ച തുടരാം. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീകളിൽ നടപ്പാക്കി വരുന്ന ജൈവ പച്ചക്കറി കൃഷി പരിപാടിയാണ് ഹരിതശ്രീ. കാണാം ഹരിതശ്രീയുടെ വിശേഷങ്ങൾ. കേരളം സമ്പൂർണ്ണ ജൈവ കൃഷിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അതിന്റെ കരുത്തേകുകയാണ് ചാത്തമംഗലം കുടുംബശ്രീ വനിതകൾ ഹരിതശ്രീ പദ്ധതിയിലൂടെ. സംഘകൃഷി ഗ്രൂപ്പുകളിൽ പൂർണ്ണമായും ജൈവ കൃഷി പിന്തുടരുന്ന സംഘങ്ങളെയാണ് ഹരിതശ്രീയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹരിതശ്രീ പദ്ധതി 3 ഘട്ടമായിട്ടാണ് ഇവിടെ നടപ്പിലാക്കിയത്. ഒന്നാം ഘട്ടത്തിൽ 2010-11 വർഷം 50 ഹരിതശ്രീ ഗ്രൂപ്പുകൾ ജൈവ കൃഷിയിൽ ഏർപ്പെട്ടു. 16.5 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയാണ് ഇവർ നടത്തിയത്. ഇവർക്ക് സൗജന്യമായി വിത്തുകളും സബ്സിഡി നിരക്കിൽ വളവും കൃഷിഭവൻ മുഖേന നൽകി. കൂടാതെ റിട്ടയർഡ് കൃഷി ഓഫീസർമാരെ സംഘടിപ്പിച്ച് ജൈവവള പ്രയോഗം, ജൈവ കൃഷി, ജൈവ കീടനാശിനി തുടങ്ങിയവയിൽ ക്ലാസുകൾ നടത്തി. NREGS-ൽ ഉൾപ്പെടുത്തി കൃഷിയിടം ഒരുക്കുകയും ജില്ലാ മിഷൻ ഉൽപാദന ബോണസും വിസ്തൃതി ബോണസും നൽകുകയും ചെയ്തു. 2013-14 വർഷം നടന്ന 2ാം ഘട്ട ഹരിതശ്രീയിൽ 15 ഗ്രൂപ്പുകൾ 7.5 ഏക്കറിൽ നേന്ത്രവാഴ കൃഷി നടത്തി. ജില്ലാ മിഷൻ സാമ്പത്തിക സഹായം നൽകുകയുണ്ടായി. ചാത്തമംഗലം CDS-ന് കീഴിൽ 207 JLG ഗ്രൂപ്പുകളുണ്ട്. വാഴ, പച്ചക്കറികൾ, നെല്ല്, കപ്പ, പാവൽ, പയർ തുടങ്ങിയ വിവിധ ഇനങ്ങൾ ഇവർ കൃഷി ചെയ്യുന്നു. ഇത് ഹരിതശ്രീയുടെ സൂര്യ ഗ്രൂപ്പ്. 11ാം വാർഡിലെ സൂര്യ ഗ്രൂപ്പ് 50 സെന്റിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നു. NREGS-ൽ ഉൾപ്പെടുത്തിയാണ് ഇവർക്ക് നിലമൊരുക്കി നൽകിയത്. സൗജന്യമായി വിത്തും സബ്സിഡി നിരക്കിൽ വളവും ഇവർക്ക് ലഭിച്ചു. സൂര്യ ഗ്രൂപ്പിന്റെ ലീഡറായ ഷീന മാസ്റ്റർ കർഷക കൂടിയാണ്. 50 സെന്റിൽ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു തുക കിട്ടി. ആ കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ 50 സെന്റിൽ നിന്ന് ഞങ്ങൾ ഏക്കർ കണക്കിന് ഞങ്ങൾ കൃഷി ചെയ്ത് ഏക്കർ കണക്കിന് ചെയ്തപ്പോൾ ഞങ്ങളെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളെ വീട്ടുപണിക്ക് വേണ്ടിയിട്ട് ഉള്ള വാതില്, ജനൽ, സിമന്റ്, മണല്, എന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ ഈ കൃഷിയിൽ കൂടെയാണ് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഹരിതശ്രീയുടെ മറ്റൊരു ഗ്രൂപ്പായ യമുന വാഴകൃഷിയാണ് പ്രധാനമായും നടത്തുന്നത്. ഇപ്പോൾ 1 ഏക്കറിൽ ജൈവ വാഴകൃഷി നടത്തുന്നു. 1 ലക്ഷം രൂപ ഇവർ ലോൺ എടുത്തിട്ടുണ്ട്. 2014-15 വർഷം ഹരിതശ്രീയുടെ 3ാം ഘട്ടം നടപ്പിലാക്കി വരുന്നു. 13ാം വാർഡിൽ 3 ഗ്രൂപ്പുകൾ ചേർന്ന് 3.5 ഏക്കറിൽ വിവിധ വിളകൾ കൃഷി ചെയ്യുന്നു. വാഴയും പച്ചക്കറികളും നെല്ലുമാണ് യമുന ഗ്രൂപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. സൂര്യ ഗ്രൂപ്പ് വെള്ളരി, പയർ, വെണ്ട തുടങ്ങിയവയും, സ്നേഹ ഗ്രൂപ്പ് പ്രധാനമായും വാഴകൃഷിയും നടത്തുന്നു. CDS-ലേക്ക് ലഭിച്ച പ്രമോഷണൽ ഗ്രാന്റ് ഉൾപ്പെടുത്തിയാണ് CDS അംഗങ്ങളും മാസ്റ്റർ കർഷകരുമടങ്ങുന്ന 14 അംഗങ്ങൾ ചേർന്ന് ഹരിതശ്രീയുടെ 3ാം ഘട്ടം നടപ്പിലാക്കിയത്. CDS പുതുതായി ആരംഭിക്കുന്ന സ്ഥിര കർഷക വിപണന കേന്ദ്രത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നതും 3ാം ഘട്ട ഹരിതശ്രീ ലക്ഷ്യം വെക്കുന്നു. ചെയർപേഴ്സൺ, ഈ ഓരോ ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് ഹരിതശ്രീ ആദ്യഘട്ടം പച്ചക്കറി ചെയ്യാനുള്ള നിർദ്ദേശമാണ് ജില്ലാ മിഷന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തരിശുഭൂമി കണ്ടെത്തി ഈ കൃഷി ചെയ്യാനുള്ള കർഷകരെ ടീമിനെ ഞങ്ങൾ തെരഞ്ഞെടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് അവർക്ക് മണ്ണ് പരിശോധന ഞങ്ങൾ കൃഷി ഓഫീസർ മുഖേന CDS-ഉം പഞ്ചായത്ത് പ്രതിനിധികളും കൂടെ മണ്ണ് പരിശോധന നടത്തി അതിൽ വിത്തിടൽ ഒരു ഉദ്ഘാടന ചടങ്ങായിട്ട് MLA വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിത്തിടൽ ചടങ്ങ് ഒരു ദിവസമാണ്, ഒരു സമയത്താണ് ഈ 50 ടീമും വിത്ത് നിലത്തിടുന്നത്. അതിനു വേണ്ട പരിശീലനങ്ങൾ ഒന്നാം ഘട്ടത്തിൽ 16.5 ഏക്കർ സ്ഥലത്ത് അത് ഒരു ദിവസം വിത്തിടുക. എല്ലാ വാർഡിലും ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ അത് ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം വളപ്രയോഗം, ഇപ്പൊ ജൈവവളം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിക്കുള്ള പരിശീലനങ്ങൾ അവരെ വിളിച്ചിരുത്തി വീണ്ടും 6 ഘട്ടങ്ങളിലായിട്ട് പരിശീലനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ ജൈവകൃഷി ചെയ്തിട്ടുള്ളത്. എത്ര പേരുണ്ട് ഈ ഹരിതശ്രീ പദ്ധതിയിൽ മാത്രം? 250 പേരാണ് ആദ്യത്തെ
നിങ്ങളുടെ അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ ആദ്യ ഘട്ടത്തിൽ. അപ്പൊ ഇതിന് മറ്റ് JLG-യേക്കാൾ അപേക്ഷിച്ച് CDSന്റെ നേരിട്ടുള്ള ഒരു മേൽനോട്ടം ഉണ്ടോ? മേൽനോട്ടം അവരെ കൃഷി എന്ന് വിളവ് തുടങ്ങുന്നുണ്ടോ അത് വരെ അവര് നമ്മളെ വിളിച്ചറിയിക്കുകയും ആ വിളവ് CDS ഏറ്റെടുത്തിട്ടാണ് വിപണി എത്തിച്ചുകൊടുക്കുന്നത്. വിപണിയില്ല. CDS ഓഫീസിന് മുന്നിലാണ് ഇതിന്റെ വിപണനം നടത്തുന്നത്. വാർഡുകളിൽ നടത്തുന്നുണ്ട്. പിന്നെ KMCT, NIT പോലുള്ള സ്ഥാപനങ്ങൾ, അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉള്ളതുകൊണ്ട് അവിടെ കുറെ കോട്ടേഴ്സുകളൊക്കെ വരുന്നത് കൊണ്ട് അവിടെ തന്നെ ഈ പച്ചക്കറിക്ക് നല്ല മാർക്കറ്റ് വരുന്നുണ്ട്. പിന്നെ അതോടൊപ്പം ഞങ്ങൾ കൂടുതൽ വിളവ് വന്ന് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കളക്ടറോട് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് സിവിൽ സ്റ്റേഷന്റെ അത് ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ജൈവ പച്ചക്കറി ആയതുകൊണ്ട് നമ്മളെ ഒട്ടനവധി സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ജോലി ചെയ്യുന്നത് സിവിൽ സ്റ്റേഷനിലാണ്. അപ്പൊ അവർക്കും കൂടെ ഈ പച്ചക്കറി എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ CDS ചെയർപേഴ്സൺ അടക്കമുള്ള CDS മെമ്പർമാരാണ് ആ സിവിൽ സ്റ്റേഷന്റെ മുന്നിൽ ഇതിന് വിപണനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം തന്നെ ഒരു ദിവസം പച്ചക്കറി അവിടെ ഇറക്കിയ സമയത്ത് 1 മണിക്കൂർ കൊണ്ട് 16,500 രൂപന്റെ കച്ചവടം ഞങ്ങൾക്ക് നടത്താൻ പറ്റി. അതിപ്പോഴും ഉണ്ട്. ഇപ്പം മനിയാന്നും CDS ഓഫീസിന്റെ മുന്നിൽ പച്ചക്കറി വിറ്റിട്ടാണ്. ഇപ്പൊ കൂടെ വന്നവരില് ഹരിതശ്രീയിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഷീന വന്നിട്ടുണ്ട്. അപ്പോൾ ഷീന, എനിക്കറിയേണ്ടത് ഈ ജൈവ കൃഷിയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതാരാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത് എന്നൊന്ന് ചുരുക്കത്തിൽ പറയാമോ? ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകര്, പിന്നെ റിട്ടയർഡ് കൃഷി ഓഫീസർമാര്, അവരാണ് ഞങ്ങൾ ക്ലാസ് എടുത്ത് തന്നത്. ജൈവ വളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിന്റെ ജൈവ കീടനാശിനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന് ക്ലാസ്സുകൾ തന്ന് അത് ചാണകം ചാണകവും പുളിപ്പിച്ചിട്ട് ഒഴിക്കുക. പിന്നെ നല്ല ഇനം ഇലകളുണ്ട്, അത് നമ്മളെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പച്ച ഇലകളുണ്ട്. അതായത് പെരുകിൻ്റെ ഇല, കയ്പുള്ള കുറെ ഇലകളുണ്ട്. ഈ സസ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ കയ്പുള്ള ഇലകളുടെ ചാറെടുത്തിട്ട് നമുക്കത് അതിന്റെ 10 ഇരട്ടി വെള്ളം തളിച്ച് അതിൽ നിന്ന് ഈ കീടങ്ങളെ വരുത്തും. അത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ കൃഷിന്റെ മണ്ണ് പരിശോധിച്ച് അതിലുള്ള വിരകളെ നശിപ്പിക്കാനാണ് ഞങ്ങൾക്ക് ആദ്യമൊന്നും ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലേന്ന്. ആദ്യം ക്ലാസ് എടുത്തതിന്റെ ഭാഗമായിട്ട് ഈ വിരകളെ നശിപ്പിച്ച് മണ്ണ് നല്ല രീതിയിൽ കൃഷിക്ക് ഉപയോഗ രീതിയിൽ ആക്കി തരും. അതിനുശേഷമാണ് ഞങ്ങൾ മുളപ്പിച്ച് കൃഷി ചെയ്യാൻ തുടങ്ങി. ആദ്യമൊക്കെ വിത്ത് നേരിട്ട് ഊന്നുമ്പോൾ മുളയ്ക്കാത്ത വിധോ 10 കുറെ പ്രാവശ്യം വിത്തിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഈ ശാസ്ത്രീയമായ രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഈ മുളപ്പിച്ച വിത്തുകൾ ഒരിക്കൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് മുളപ്പിച്ച വിത്തുകൾ പാകമായി നിൽക്കും. ഇലക്കെ വന്ന് പാകമായി നിൽക്കുമ്പോൾ ഇത് നേരിട്ട് ഞങ്ങൾ മണ്ണിലേക്ക് കുഴിച്ചിടും. കുഴിച്ചിട്ട് 3-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കീടങ്ങൾ വരാൻ കാത്തു നിൽക്കാതെ ഈ മരുന്നുകൾ തളിച്ചു കൊടുക്കും. അപ്പൊ ഈ കീടങ്ങൾ പ്രത്യേകിച്ച് വരാൻ കഴിയില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ ആഴ്ച കൂടുമ്പോഴും ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന ഭാഗമായിട്ട് കീടങ്ങൾ വരുന്നതിനകത്ത് നല്ല ഉൽപാദനം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ജൈവ കീടനാശിനി നമ്മൾ നെല്ലിന് വേണ്ടിയും പച്ചക്കറിക്ക് വേണ്ടിയും നമ്മൾ തന്നെയാണ്. ഞങ്ങളെ പഞ്ചായത്തിലുള്ള മൊത്തം ജൈവ കൃഷികളും ഞങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ വളങ്ങളായിട്ട് കീടനാശിനി പ്രത്യേക യൂണിറ്റ് ഉണ്ടോ അതോ സംഘകൃഷിയുടെ ഭാഗമായിട്ട്? ഞങ്ങൾ മാസ്റ്റർ കർഷകര്, പരിശീലനം കിട്ടിയ മാസ്റ്റർ കർഷകര് ഉണ്ടാക്കി മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു, അവരെ കൊണ്ട് ചെയ്യിച്ചു. ഞങ്ങൾ അവർക്ക് സഹായിക്കാറുണ്ട്. എത്ര ഏക്കർ? ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പച്ചക്കറി ചെയ്യുന്നത് 3 ഏക്കറയില്, 2 ഏക്കറയില് നേന്ത്രവാഴയും ചെയ്യുന്നുണ്ട്. ഈ 12 മാസം ചെയ്യോ? ഒരു വർഷം മുഴുവൻ? അതെ, തുടർച്ചയായിട്ട് വയലൊഴിയുമ്പോ വയലില്, പിന്നെ പറമ്പില്. എന്തുകൊണ്ടാണ് കുടുംബശ്രീയിൽ വന്നത്? ഒരു കോളനിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ കോളനിയിൽ കുറെ ഒരു കുന്ന് കയറിയിട്ട് കുറെ വീടുകളുണ്ട്. അന്ന് 32 ആൾക്കാരാണ് എന്റെ കുടുംബശ്രീയിൽ ഉണ്ടായിരുന്നത്. പിന്നെ തൊട്ടടുത്ത് 2 കുടുംബശ്രീ ആ കോളനിയിൽ നിലവിലുള്ളത്. അങ്ങനെ ഈ 32 ആളിൽ നിന്ന് വീണ്ടും വേറെ കുടുംബശ്രീ രൂപീകരിച്ചപ്പോ അടുത്തടുത്തുള്ള ആൾക്കാർ അങ്ങോട്ടൊഴിഞ്ഞ് അവർക്ക് പറ്റിയ സ്ഥലത്തേക്ക് മാറി. കൂടുതൽ അയൽക്കൂട്ടം ഉണ്ടായി. അപ്പൊ ഇപ്പൊ 18 ആളാണ് കുടുംബശ്രീ ഉള്ളത്. പൂർണ്ണമായും SC കുടുംബശ്രീയാണ്. എല്ലാവരും കുടുംബശ്രീയിലുണ്ട്, പല ഗ്രൂപ്പുകളിലാണ്. ഉണ്ട്. ഷീനയ്ക്ക് സാമ്പത്തികമായിട്ട് സുരക്ഷിതല്ലാതെ കുടുംബശ്രീ നേടിത്തന്ന വേറെ എന്താണ്? സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം, കുറച്ചുകൂടെ മാന്യത കിട്ടുന്നുണ്ട് അങ്ങനെ? സമൂഹത്തിൽ കുടുംബശ്രീയിൽ വന്നതിന് ശേഷം തന്നെയാണ് ഉള്ളത്. അല്ലാതെ NREG വഴി കുടുംബശ്രീക്ക് വന്നപ്പോഴാണ് എനിക്ക് പല മാറ്റങ്ങളും പലരുമായിട്ട്
നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ വന്നതും കുടുംബശ്രീ വന്നതിന് ശേഷം തന്നെയാണ്. വേറെ ആരെങ്കിലും ഇതിലുണ്ടോ ഹരിതശ്രീയുടെ? അയൽക്കൂട്ട വളണ്ടിയറായിട്ടും ADS വളണ്ടിയറായിട്ടും CDS മെമ്പറായിട്ടും അന്ന് മുതൽ ഇന്ന് വരെയായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അയൽക്കൂടം തുടങ്ങി 2002 അയൽക്കൂടം തുടങ്ങി 1-2 വർഷം പിന്നിട്ടപ്പോൾ നബാർഡിന്റെ സഹായത്തോടെ കുടുംബശ്രീ മിഷൻ ഒരു നഴ്സറി പരിശീലനം എന്ന രീതിയിൽ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് 10 പേരെ ഉൾപ്പെടുത്തി തൃശ്ശൂർ മണ്ണുത്തിയിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് പരിശീലനം തരികയുണ്ട്. അവിടുത്തെ നഴ്സറി പരിശീലനം എന്ന് പറഞ്ഞാൽ അതാ ലെവലിലാണ് ഞങ്ങൾ പോകുന്നത്. വിത്തുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പോയിട്ട് അവിടുത്തെ നിന്ന് ക്ലാസ്സുകളും പിന്നെ നല്ല ഏറ്റവും പ്രധാനപ്പെട്ട നഴ്സറി വെച്ചിട്ട് നെൽവിത്തുകൾ അതുപോലെ വാഴ ഗവേഷണ കേന്ദ്രം അങ്ങനെ പല ഗവേഷണ കേന്ദ്രങ്ങളും കൊണ്ടുപോയി ഞങ്ങളെ നല്ലവണ്ണം പരിചയപ്പെടുത്തി 10 ദിവസത്തെ ട്രെയിനിങ് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് തരികയുണ്ട്. അത് ഒരു നല്ലൊരു അനുഭവമായിരുന്നു. ആ അനുഭവത്തിലാണ് എന്നെ കൃഷിയിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ആ ക്ലാസ് പരിശീലനം എല്ലാം ലഭിച്ചു. തിരിച്ചു വന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ വീട്ടുമുറ്റത്ത് എൻ്റെ സ്വന്തം വരുമാനം വിപുലപ്പെടുത്ത ആ രീതിയിൽ എന്നുള്ള രീതിയിൽ ഞാൻ നഴ്സറി മുറ്റത്ത് തന്നെ റോഡ് സൈഡിലാണ് എൻ്റെ വീട്. അത് പൂച്ചെടികളുള്ള നഴ്സറി, അടക്ക തൈകൾ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുക, നല്ല വിത്ത് തേങ്ങ അതൊക്കെ ഉൽപ്പാദിച്ച് അത് എൻ്റെ ഒരു നല്ല വരുമാന മാർഗം എന്നുള്ള എൻ്റെ സ്വന്തം വരുമാന മാർഗം എന്നുള്ള രീതിയിൽ അത് ഫോം ചെയ്തതോടുകൂടി തന്നെ ഞാൻ എൻ്റെ അയൽക്കൂട്ടത്തിൽ ഈ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറായി വന്ന 7 ഞാനടക്കം 7 പേര് ഞങ്ങൾ ഒരു ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നതിന് തീരുമാനമെടുത്തു. അങ്ങനെ എൻ്റെ വീടിന് ചേർന്നുകൊണ്ട് പുറകുവശത്ത് തന്നെയായിട്ട് മംഗലം ഉണ്ടാക്കുന്നതിന് വേണ്ടി മണ്ണെടുത്തു പോയി കുഴിയായി കിടന്ന സ്ഥലം ഉണ്ടായിരുന്നു. അവിടുത്തെ ഉടമസ്ഥനോട് അതെല്ലാം ചോദിച്ച് അത് വാങ്ങി ഞങ്ങൾ അത് അന്ന് പാട്ടൊന്നും കൊടുക്കേണ്ടി വന്നില്ല, ഉപയോഗിച്ച് തരിശായി കിടന്ന സ്ഥലമായിരുന്നു. അത് ഞങ്ങൾ 7 വനിതകൾ ഒരുമിച്ച് അന്ന് പറയുന്ന സ്ത്രീകൾ തനിച്ച് ചെയ്യുന്ന കാര്യമാകുമ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയല്ല കൂടെ നിന്ന് കുടുംബശ്രീൻ്റെയും പിന്നെ ജില്ലാ മിഷൻ എന്നല്ല അവിടെ നിന്നൊക്കെ കോർഡിനേറ്റർമാരൊക്കെ നല്ല ഞങ്ങൾ കൂടെ തന്നെയായിരുന്നു. നല്ലൊരു ഉപദേശമൊക്കെ തരുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സ്ത്രീകൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു ധാരണയൊക്കെ വെച്ചിട്ട് സ്വയം കൊത്തി കിളച്ച് ആ ഭൂമി തട്ടായി തിരിച്ച് ജൈവവളം ചാണകവും പച്ചിലവളവും ഒക്കെ അടി കൊടുത്ത് ആ മണ്ണ് സമ്പൂർണ്ണ ഇതാക്കി ഫലഭൂയിഷ്ഠമുള്ള മണ്ണാക്കി മാറ്റി ഞങ്ങൾ വിത്തിറക്കി. 2004 2002 ഞങ്ങൾക്ക് അയൽക്കൂട്ടം വന്നു. അതിനുശേഷം ഞങ്ങൾ അയൽക്കൂട്ടത്തിൽ നല്ല പ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ നേച്ചർ ട്രെയിനിങ്ങിന് അവസരം ലഭിച്ചത്. അങ്ങനെ അത് ചെയ്തു. ആദ്യമായിട്ട് അത് തുടർന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴുണ്ട്. ഇപ്പൊ ഞങ്ങൾ അന്ന് 1 ഏക്കർ ചെയ്തു. ഇപ്പൊ 3 ഏക്കർ സ്ഥലത്താണ് നെൽകൃഷി ചെയ്തത്. ഇത് പരമ്പരാഗതമായിട്ട് വെറുതെ തരിച്ചു കിടന്ന ഭൂമിയാണ്. തരിച്ചു ഭൂമിയിൽ അവർ ധൈര്യപൂർവ്വം തുടങ്ങിയതാണ്. തുടക്കത്തിൽ ഞങ്ങൾക്ക് തൃശ്ശൊക്കെ കിട്ടിയിരുന്നു. കൊത്തിക്കിളച്ചാ ചെയ്തത് തരിച്ചു ഭൂമിയിൽ. അപ്പൊ ഞങ്ങൾ അന്ന് ത്രിഫ്റ്റ് എന്നായിരുന്നു ഞങ്ങൾ ലോൺ എടുത്തിട്ട് വിത്തൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ആ രീതിയിലുള്ള വിവരങ്ങൾ ഞങ്ങൾ അയൽക്കൂട്ട തലത്തിൽ നിന്നും കുടുംബശ്രീ മിഷനിലേക്കും അങ്ങനെയൊക്കെ വിവരങ്ങളെല്ലാം ആയപ്പോൾ ഞങ്ങൾക്ക് ആദ്യം അവരെന്ത് ചെയ്തു, നല്ല കുടുംബശ്രീ എന്ന രീതിയിൽ നല്ല പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആദ്യം റിവോൾവിംഗ് ഫണ്ട് 5000 രൂപ റിവോൾവിംഗ് ഫണ്ട് അനുവദിച്ചു തന്നു. ഇതെല്ലാം ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസറുടെ സാങ്കേതിക നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഘട്ടം ഘട്ടമായി പിന്നീട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ നേച്ചർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അതിലേക്ക് വന്നു. അതുകൊണ്ടാണ് സാർ പ്രൊഡക്ഷൻ വീണ്ടും ഞങ്ങൾക്ക് നല്ല ബോധവൽക്കരണവും നല്ല രീതി കൃഷി മുന്നോട്ട് ചെയ്യണം പോകണം എന്നൊക്കെ രീതിയിൽ കുടുംബശ്രീ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ 2002 കുടുംബശ്രീ വന്നപ്പോൾ നമ്മളെ പഞ്ചായത്ത് തലത്തിൽ കൂടിയാണ് വിവരങ്ങൾ എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ ആ വാർഡ് മെമ്പർ അവിടെ എല്ലാം കൂടി അടുത്തുള്ള ആളുകളൊക്കെ വിളിച്ച് ചേർത്തിട്ട് ഞങ്ങൾ വാർഡിൽ ഒരു 5 അയൽക്കൂട്ടം അതിൽ തയ്യാറായി വന്നു. അന്നൊന്നും വനിതകൾ മുന്നോട്ട് വരില്ല. അങ്ങനെ ആദ്യം എൻ്റെ അയൽക്കൂട്ടത്തിൽ 25 വനിതകളുണ്ട്. ഇപ്പോൾ അന്ന് തുടക്കത്തിൽ 5 ഉള്ളത് ഇപ്പോൾ 20 അയൽക്കൂട്ടായി മാറിയിരിക്കുന്നു എൻ്റെ വാർഡിൽ. ഇപ്പൊ ഈ അയൽക്കൂട്ടത്തിൽ അന്ന് 25 ആവുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ബയലോ നിർദ്ദേശപ്രകാരം മിനിമം 20 പാടുള്ളൂ. ആ രീതിയിലെല്ലാം ചിട്ടപ്പെട്ടു. എല്ലാ കുടുംബശ്രീയിലും എല്ലാ അംഗങ്ങളും വാർഡിലുള്ളവർ അയൽക്കൂട്ട അംഗങ്ങളായി മാറി. അപ്പൊ ചെയർപേഴ്സൺ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയും ഒരുപാട് കേൾക്കാനുണ്ട്, നിങ്ങൾക്ക് പറയാനും കാണും. ഡ്രാമ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചാത്തമംഗലത്തെ കുടുംബശ്രീ പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ നാടകമാണ് സുല്ലു ചൊല്ലാതെ ലഹരിയോട്. നമുക്കിനി അല്പം നാടകകാര്യമായാലോ. കേരളത്തിലെ മറ്റു പല പ്രദേശങ്ങളിലും എന്ന പോലെ ചാത്തമംഗലത്തും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഗുരുതരമാം വിധം വർദ്ധിച്ചപ്പോൾ അതിനെതിരെ നടന്ന ശക്തമായ ഇടപെടലായിരുന്നു സ്ത്രീകൾ അവതരിപ്പിച്ച സുല്ലു ചൊല്ലാതെ ലഹരിയോട് എന്ന നാടകം.
ഒരു നാടകമെന്നതിലപ്പുറം ഇതിന്റെ സംഘാടനവും ഗ്രാമഗ്രാമാന്തരങ്ങളിലെ അവതരണവും ലഹരിക്കെതിരെ സ്ത്രീകൾ സംഘടിക്കുന്നു എന്ന ബോധം സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഇതിന്റെ പ്രധാന വിജയം. മദ്യ ഉപയോഗവും നിർമ്മാണവും ചാത്തമംഗലത്തിന്റെ ശാപമായിരുന്നു. അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള നിരന്തര ഇടപെടൽ ഇതിനൊരു അറുതി വരുത്തുന്നുണ്ടെങ്കിലും കുടുംബത്തിലെ വനിതകൾ കൂടി രംഗത്തിറങ്ങിയാലേ ഇതിനൊരു ശാശ്വത പരിഹാരം കാണാനാവൂ എന്ന തിരിച്ചറിവാണ് കുടുംബശ്രീയെ ഇത്തരമൊരു പരിപാടിക്ക് പ്രേരിപ്പിച്ചത്. വിവിധ കുടുംബശ്രീയിലെ 600 കുട്ടികൾക്ക് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ, പോസ്റ്റർ, ചിത്രരചനാ പ്രദർശനം തുടങ്ങിയ നിരവധി പരിപാടികൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ചാത്തമംഗലം CDS സംഘടിപ്പിച്ചു. കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് സുല്ലു ചൊല്ലാതെ ലഹരിയോട് എന്ന നാടകം സ്വന്തം ജീവിതം തന്നെയാണ്. ഇതിൽ അഭിനയിച്ചവരിൽ ഭൂരിഭാഗവും ഏതെങ്കിലും തരത്തിൽ കുടുംബാംഗങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതിന്റെ തിക്ത അനുഭവം പേറുന്നവർ തന്നെയാണ്. പതിനാല് സ്ത്രീകളാണ് നാടകത്തിൽ വിവിധ കഥാപാത്രങ്ങളായി വേഷമിടുന്നത്. ലഹരി കൊണ്ട് ജീവിതം ഹോമിച്ചവരോട് ഞങ്ങൾക്കൊരു കടപ്പാടുമില്ല. നാടക പരിചയം ഇല്ലെങ്കിലും ജീവിത പരിചയം കൊണ്ട് ഈ അരങ്ങിനോട് നീതി പുലർത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ഇത് നാടകത്തിലെ പ്രധാന കഥാപാത്രം അനാമിക. എവിടെ മോളെ? പേര് പറയാൻ കേട്ടോ. പേര് പറഞ്ഞാലേ പോലീസ് വിലങ്ങ് വെച്ചുണ്ടോ? പറയരുത് കേട്ടോ. ഇല്ല ഇല്ല ഇല്ല. എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഭർത്താവ് നന്നായി മദ്യപിക്കുന്ന ഒരാളാണ്. അദ്ദേഹം മദ്യപാനം എൻ്റെ നാടകത്തിലൂടെ ആയിരിക്കാം, എൻ്റെ വർത്തമാനത്തിലൂടെ, എൻ്റെ അഭിനയത്തിലൂടെ നാടകം കാണാൻ എൻ്റെ ഭർത്താവ് എടുത്തിട്ടുണ്ട്. അങ്ങനെയായിരിക്കാം ഭർത്താവ് മദ്യപാനം പാടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് എനിക്ക് വലിയൊരു അനുഭവമായിട്ടാണ് തോന്നുന്നത്. 29 വേദികളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. 10,000-ഓളം പ്രേക്ഷകർ നാടകം കണ്ടും കഴിഞ്ഞു. കഞ്ചാവമ്മണിയായി വേഷമിടുന്ന കല്യാണി ചേച്ചിക്ക് നാടകം ഒരാവേശം തന്നെയാണ്. പഞ്ചായത്തിന്റെ മലയോര മേഖലകളിലെ രഹസ്യ ലഹരി നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശങ്ങളിൽ സ്ത്രീകൾ നാടകം അവതരിപ്പിച്ചതും നാടകം കാണാനും അതിന്റെ ഭാഗമാകാനും പ്രദേശത്തെ സ്ത്രീകൾ ഒന്നടങ്കം രംഗത്തിറങ്ങിയതും മാറ്റത്തിന്റെ തുടക്കമായാണ് കുടുംബശ്രീ കാണുന്നത്. മനുഷ്യനെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന എല്ലാ ലഹരികളും നശിക്കട്ടെ. വിട പറയാം ലഹരിയോട് മനസ്സുറച്ചിട്ട്. പറയൂ. സുള്ളു ചെല്ലാതെ ലഹരിയോട് എന്ന നാടകത്തിൽ അനാമിക എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. അതിൽ 14 അംഗങ്ങൾ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ആ 14 ആളുകളുടെയും ജീവിത കഥയാണ് ഈ നാടകം. എൻ്റെ അനുഭവം തന്നെ, എൻ്റെ അച്ഛൻ നന്നായി മദ്യപിക്കുന്ന ഒരാളായിരുന്നു. മദ്യപിച്ച് കരളിന് അസുഖം വന്നിട്ടാണ് അച്ഛൻ മരിക്കുന്നത്. എത്ര വയസ്സിലാണ്? ഞാന് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. അച്ഛൻ എത്ര വയസ്സുണ്ടായിരുന്നു? അച്ഛന് 62 വയസ്സായിരുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ താളം തെറ്റുകയും അനിയൻ അതേ പാത പിന്തുടരുകയും ചെയ്തു. അവൻ മദ്യപിച്ച് 2011 അവൻ മരിക്കുന്നത്. എത്ര വയസ്സുണ്ടായിരുന്നു? 27 വയസ്സുള്ളപ്പോഴാണ് അവൻ മരിക്കുന്നത്. അവൻ മരിക്കുമ്പം മരിച്ചത് ഞാൻ കുടുംബശ്രീയിൽ CDS മെമ്പറായിട്ട് വാർഡിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത സമയത്താണ് അവൻ മരിക്കുന്നത്. 2011 ജനുവരി 11 മരിക്കുന്നത്. 2011 ജനുവരി 26 CDSന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞാൻ അവന്റെ 16 അടിയന്തരത്തിന് തിരുവനാവായി പോയി ബലിയിട്ട് നേരിട്ട് കുടുംബശ്രീ സത്യപ്രതിജ്ഞയിലാണ് പങ്കെടുക്കുന്നത്. അതെന്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയായിരുന്നു. കുടുംബശ്രീന്റെ സത്യപ്രതിജ്ഞയെക്കാളുപരി ഞാൻ എൻ്റെ മനസ്സിൽ മറ്റൊരു സത്യപ്രതിജ്ഞ ചെയ്യുമായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും സമൂഹത്തിൽ, അതിനെതിരെ ഞാൻ പോരാടും എന്നുള്ള ഒരു സത്യപ്രതിജ്ഞയുടെ ഞാൻ അതിൽ ചെയ്യായിരുന്നു. അങ്ങനെ ആണ് നാടകത്തിലേക്ക് കടന്നു വന്നത്. 32 സ്റ്റേജുകളിൽ ഞങ്ങൾ നാടകം അവതരിപ്പിച്ചു.
അതിൽ ഈ പഞ്ചായത്തിന്റെ 23 വാർഡുകളിൽ നാടകം അവതരിപ്പിച്ചു. പുരുഷന്മാരുടെ സ്വാശ്രയ സംഘങ്ങളിലും ഈ നാടകം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി. സ്ത്രീകളെക്കാളേറെ പുരുഷന്മാരാണ് നാടകത്തിൽ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അവർ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു. മൈക്കില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മൈക്ക് എത്തിച്ചു തന്നു. വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒരു സംരംഭം പോലെ വാദ്യവാറ്റ് നടത്തുന്ന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നാടകത്തിലൂടെ സാധിച്ചു. ഒരുപാട് ആളുകൾക്ക് മാറ്റം വന്നു. ഈ പുരുഷന്മാരെ നാടകം കാണാൻ വരാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലായിരുന്നു. 10,000 പ്രേക്ഷകരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതില് പകുതി കൂടുതൽ പുരുഷന്മാരായിരുന്നു. നല്ല വിളിച്ചാൽ അവര് വരും. ഈ നാടകം പരിശീലിപ്പിച്ചത് എങ്ങനെയാണ്? അതിന്റെ പിന്നണിയിലൊക്കെ എങ്ങനെയായിരുന്നു? നാടകത്തിന് പിന്നെ ഞങ്ങൾ ഒരു ബാലസഭേന്റെ ക്യാമ്പ്, ബ്ലോക്ക് തലത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അവിടെ സംഘടിപ്പിച്ചപ്പം ഒരുപാട് ആളുകൾ, സ്ത്രീകളും ബാലസഭേന്റെ കുട്ടികൾ പല പഞ്ചായത്തിൽ നിന്ന് വന്നപ്പം അവിടെ വെച്ച് രാത്രി ക്യാമ്പിൽ പങ്കെടുത്തപ്പം പല ആൾക്കാരും അനുഭവങ്ങൾ പങ്കുവച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പഞ്ചായത്തിൽ ഇതിന്റെ ഒരു സർവേ നടത്തി. ഏതെല്ലാം പ്രദേശത്ത് ഏതെല്ലാം വീടുകളിൽ ഉള്ള സർവേയിൽ ഒരുപാട് ആളുകൾ, സ്ത്രീകൾ തന്നെയാണ് ഇതിന്റെ ദുരന്തം കൂടുതൽ അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ആയിട്ടാണ് CDSന്റെ തനത് പരിപാടി എന്ന രീതിയിൽ എല്ലാ വർഷവും ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്സുകളും പിന്നെ ക്യാമ്പുകളും അങ്ങനെ റാലികൾ, മദ്യത്തിനെതിരെ റാലികളൊക്കെ നടത്തിയിരുന്നു. അഭിനയ പരിചയമുള്ള എത്ര പേരുണ്ടായിരുന്നു അതിനകത്ത്? ഇല്ല, ഞങ്ങൾക്ക് ആർക്കും അഭിനയ പരിചയമില്ല. ലീല എത്ര വരെ പഠിച്ചു? ഞാൻ B.Ed. അതിന് മുമ്പ് B.Edന് മുമ്പ് BA BAക്ക് എന്ത് ചെയ്തു? അപ്പൊ വീട്ടില് ഒരുവിധം സാമ്പത്തികമായിട്ട് നല്ലൊരു കുടുംബമായിരുന്നു? അല്ല, ഞങ്ങള് 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളായിരുന്നു. ഏട്ടൻ ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോ ഏട്ടൻ നാട് വിട്ടു പോയതാണ്. പിന്നെ അനി എങ്ങനെ മരിക്കുകയും ചെയ്തു. പിന്നെ 4 പിന്നെ ജോലിക്ക് പോയില്ലേ B.Ed ചെയ്തിട്ട്? കുറച്ച് പ്രൈവറ്റ് സ്കൂളുകളൊക്കെ പോയിന്. എന്റെ ഭാഗ്യദോഷം കൊണ്ടായിരിക്കും, അല്ലാതെ PSCകളിലൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല സന്തോഷം കുടുംബശ്രീയിൽ അങ്ങായതുകൊണ്ട് പിന്നെ കുടുംബശ്രീന്റെ വെക്കേഷൻ ക്യാമ്പുകളിൽ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. കുടുംബശ്രീയിലെ ക്ലാസ് എടുക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ബാങ്കിന്റെ ഒരു കളക്ഷൻ ഏജന്റ് കൂടിയാണ് ഞാൻ. അപ്പൊ 4 മണിക്ക് ശേഷം കളക്ഷൻ എടുക്കും. അല്ലാത്ത സമയത്തും കുടുംബശ്രീന്റെ പിന്നെ ഇപ്പൊ വീട് പണി നടക്കുന്ന സമയത്ത് അതിനൊക്കെ നല്ല പ്രോത്സാഹനമായിട്ട് കുടുംബശ്രീ ഫുൾ ടൈം ബിസിയാണ്. അതെ, എങ്ങനെയാണ് ഈ കുടുംബശ്രീയിലൊക്കെ വരാനുണ്ടായത്? കുടുംബശ്രീയില് വരാനുള്ള കാരണം നമ്മളെ കുടുംബശ്രീ തന്നെ ഞാൻ രൂപീകരിച്ച ഞങ്ങളെ വീടിന്റെ അടുത്തല്ല സഹോദരിമാരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആശയമുണ്ട്, എല്ലാവരും കുടുംബശ്രീ നമുക്ക് ഇങ്ങനെ ഒരു കുടുംബശ്രീ പിന്നെ ഇതാക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കുടുംബശ്രീ രൂപീകരിച്ചു. നമുക്കൊരു 10 രൂപ വെക്കണമെങ്കിലും കുടുംബശ്രീയിൽ തൃപ്തി വെക്കണമെങ്കിലും അന്നൊന്നും യാതൊരു കഴിവില്ലായിരുന്നു. ഈ കുടുംബശ്രീ വന്നതിന് ശേഷം ഒരു തൊഴിലിനും എല്ലാ തൊഴിലിനും കുടുംബശ്രീയിൽ വിപണന മേളകളിലും പങ്കെടുക്കും. അങ്ങനെ പല കാര്യം കുടുംബശ്രീയെ വന്നിട്ട് സാധിച്ചിട്ടുണ്ട്. അത് അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ് അതോടൊപ്പം ഡെപ്പോസിറ്റ് സ്കീം അല്ലേ, അത് കണ്ടിട്ട് നമുക്ക് അവരുടെ വയസ്സ് നിശ്ചയിക്കാം. പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന NIT പോലെയുള്ള സ്ഥാപനങ്ങളിലെ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി അവിടെ വനിതകൾക്ക് ജോലി ഏർപ്പാടാക്കി കൊടുക്കുന്ന പദ്ധതിയാണ് ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ്. നമുക്കിനി ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാം. പഞ്ചായത്തിലെ വിദ്യാസമ്പന്നരും തൊഴിൽ രഹിതരുമായ മുഴുവൻ പേർക്കും തൊഴിൽ നേടിക്കൊടുക്കുന്നതിനായി കുടുംബശ്രീ ആവിഷ്കരിച്ച പരിപാടിയാണ് ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ് അഥവാ IJR. അയൽക്കൂട്ട സമാഗമം 2014 എന്ന പരിപാടിയിലാണ് ഇത്തരമൊരു ആശയം രൂപം കൊണ്ടത്. NIT, KMCT, MES, CDIT, ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത്തരം സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വിദ്യാസമ്പന്നരും അല്ലാത്തവരുമായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ സാധ്യത ഒരുക്കുന്നതിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് ചാത്തമംഗലം കുടുംബശ്രീ. പദ്ധതി ആരംഭത്തിൽ തൊഴിൽ അന്വേഷകരുടെ രജിസ്റ്റർ തയ്യാറാക്കുകയും തൊഴിലവസരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ലഭിച്ച ബയോഡേറ്റകൾ അനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ തരംതിരിക്കുകയും പരിശീലനം നൽകുകയും ചെയ്തു. ഇപ്രകാരം 314 തൊഴിൽ അന്വേഷകരെ രജിസ്റ്റർ ചെയ്തു.
34 പേർക്ക് വനിതാ പോളിടെക്നിക്കുമായി ചേർന്ന് തയ്യൽ പരിശീലനവും 45 പേർക്ക് ഫാബ്രിക് പെയിന്റിംഗ് പരിശീലനവും നൽകി. കൂടാതെ 20 പേർക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ പരിശീലനവും നൽകി. ഇപ്പോൾ 112 പേർക്ക് തയ്യൽ പരിശീലനം നൽകി വരുന്നു. NITയിൽ 231 പേർക്കും, ടെക്സ്റ്റൈൽസുകളിൽ 12 പേർക്കും, മൃഗാശുപത്രിയിൽ ഒരാൾക്കും, വാട്ടർ അതോറിറ്റിയിൽ ഒരാൾക്കും തുടങ്ങി തൊഴിലന്വേഷകരിൽ ഭൂരിപക്ഷം പേർക്കും തൊഴിൽ നൽകിക്കഴിഞ്ഞു. മൃഗാശുപത്രിയിൽ സ്വീപ്പറായി ജോലി ചെയ്യുന്ന ശ്രീജ ജീവിതത്തിൽ ഒരിക്കലും ഒരു ജോലിക്കാരിയാവുമെന്ന് കരുതിയതല്ല. എന്റെ ഹസ്ബൻഡ് മരിച്ച് വളരെയധികം വിഷമത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് CDS മുഖാന്തരം IJR പദ്ധതി പ്രകാരമാണ് എനിക്ക് ഈ ജോലി ഇവിടെ ലഭിച്ചത്. അതിനുശേഷം എനിക്ക് എൻ്റെ കുട്ടികളെ വളരെയധികം നല്ല രീതിയിൽ വളർത്തുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ആവശ്യങ്ങളൊക്കെ എനിക്ക് നടത്തി കൊടുക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. ഇത് വലിയൊരു ഉപകാരമാണ് എനിക്ക് ഈ ജോലി കിട്ടിയതിലൂടെ. വിധവയും 2 കുട്ടികളുടെ അമ്മയുമായ ശ്രീജയ്ക്ക് കുടുംബശ്രീ പുതുജീവിതം നൽകുകയായിരുന്നു. തയ്യൽ സ്ഥാപനങ്ങൾ, വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡിംഗ് തുടങ്ങിയ ജോലികളും സ്ത്രീകൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട്. വീട്ടിൽ വെറുതെയിരിക്കുന്ന സ്ത്രീകളെ അയൽക്കൂട്ടത്തിലേക്ക് കൊണ്ടുവന്ന് വിദ്യാഭ്യാസമുള്ളവരിൽ നിന്നും ഇല്ലാത്തവരിൽ നിന്നും ബയോഡേറ്റ സ്വീകരിച്ച് പരിശീലനങ്ങൾ നൽകി വരുമാനം നേടുന്ന ജോലിക്കാരാക്കി മാറ്റി സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതുവഴി തെളിക്കുകയാണ് ചാത്തമംഗലം കുടുംബശ്രീ. സ്വന്തമായൊരു ബാങ്ക് എന്ന ലക്ഷ്യത്തോടുകൂടി ചാത്തമംഗലം CDS ആരംഭിച്ച പദ്ധതിയാണ് ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം. CDSലെ 5 അംഗങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് എടുക്കുകയാണ് ആദ്യപടി. തുടർന്ന് ഓരോ അയൽക്കൂട്ടത്തിലെയും 5 പേർ ചേർന്ന് CDSൽ രജിസ്റ്റർ ചെയ്യുന്നു. സ്ത്രീകളിൽ സമ്പാദ്യശീലം ഉണ്ടാക്കുന്നതിനൊപ്പം ഇതിലെ തുക ഉപയോഗിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളും CDS നടപ്പിലാക്കുന്നു. നിർധനയായ മഞ്ജുമയ്ക്ക് ധനസഹായം നൽകിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇത് നിങ്ങളുടെ തന്നെ കുടുംബശ്രീയുടെ തന്നെ നൂതനമായിട്ട് ആലോചിച്ച ഒരു പരിപാടിയാണ്. അയൽക്കൂട്ട സമാഗമം എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ 4 മണി വരെ അയൽക്കൂട്ടങ്ങൾ ഇതുവരെ എവിടെ എത്തി, അവരുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെയെന്നുള്ളത് വിലയിരുത്തുന്ന ഒരു ക്യാമ്പ് എല്ലാ വാർഡിലും ഞങ്ങൾ സംഘടിപ്പിച്ചു. ആ സമയത്ത് സാമ്പത്തിക വിശകലനം എന്നുള്ളൊരു വിഷയം അതിൽ ചർച്ച ചെയ്യാനുണ്ടായിരുന്നു. ഏത് വർഷമാണ്? 2014 കഴിഞ്ഞ വർഷം. അപ്പൊ അങ്ങനെ സാമ്പത്തിക വിശകലനം എന്ന വിഷയം ചർച്ച ചെയ്ത സമയത്താണ് ഒട്ടനവധി ആളുകൾക്കും തൃപ്തി വെക്കാൻ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അവർക്ക് തൊഴിൽ കിട്ടിയാൽ പോവാൻ തയ്യാറുള്ള ആളുകളുണ്ട്, പരിശീലനങ്ങൾ കിട്ടിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു ബയോഡാറ്റ ഞങ്ങൾ ശേഖരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ CDS യോഗം ചേർന്ന് തീരുമാനിക്കുകയും ഇവർക്ക് ബയോഡാറ്റ അടിച്ചു കൊടുത്ത് ഈ ബയോഡാറ്റയെ കൂടെ ഞങ്ങൾ ഒരു രജിസ്റ്റർ തയ്യാറാക്കി. അപ്പം വിവിധ തരം തൊഴിലിനുള്ള അപേക്ഷകളാണ് വന്നിട്ടുള്ളത്. എത്ര പേര് ടോട്ടലായിട്ട് രജിസ്റ്റർ ചെയ്തു? ഇപ്പൊ 512 പേര് രജിസ്റ്റർ ചെയ്തിട്ട്. സാമൂഹ്യ സേവനം എന്നുള്ളതിലാണ് കുടുംബശ്രീയിലേക്ക് എത്തിയത്. അപ്പോൾ CDSന്റെ തനതായ ഈ IJRന്റെ ഭാഗമായിട്ട് ഞാനും അതിലൊരു രജിസ്റ്റർ ചെയ്യുകയും വാട്ടർ അതോറിറ്റിന്റെ റീഡിംഗ് എടുക്കുന്നതിന് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ അതിന് തയ്യാറാവുകയും ചെയ്തു. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ 920ഓളം വീടുകളിൽ നടന്നു പോയി റീഡിംഗ് എടുക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അത് CDSന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ചെയർപേഴ്സണോട് പറയുകയും അത് CDS മീറ്റിങ്ങുകളിൽ പറഞ്ഞ് അതിന്റെ ഭാഗമായിട്ട് അവര് യാത്രാ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വണ്ടി 2 വീലർ എടുക്കാന്നുള്ള ഇത് പറഞ്ഞു. അതിന്റെ ഇതിൽ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയും 2 വീലറിന്റെ ലൈസൻസ് മാത്രമല്ല 4 വീലറും 3 വീലറും അതിന്റെ കൂടെ ഒന്നിച്ച് ആ സമയത്ത് പഠിച്ചെടുത്തു. അത് ശരി. അപ്പോൾ എല്ലാം ഡ്രൈവ് ചെയ്യാം, 3 വീലറും 4 വീലറും എല്ലാം. ലോണ് കുടുംബശ്രീന്റെ ലോൺ മുഖാന്തരം 2 വീലർ സ്വന്തമാക്കി ഇപ്പം യാത്ര എല്ലാ ഭാഗത്തും പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളും അറിയാനും ഈ കുടുംബശ്രീന്റെ ഇതിൽ വന്നതിന്റെ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. അതെ. ഈ NIT എന്തെങ്കിലും പരിശീലനം നിങ്ങൾക്ക് നൽകുന്നുണ്ടോ? അതന്നെ നമ്മൾക്ക് അവരൊരു കമ്പ്യൂട്ടർ പരിശീലനം മെമ്പർമാർ ഉൾപ്പെടെയുള്ള അല്ല ഇത്ര വലിയൊരു സ്ഥാപനം ഉള്ളപ്പോ അതിന്റെ ഒരു സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് അവരുടെ. സബൂറ മാഡം, നമ്മൾ 512 പേര് ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ് സ്കീമിൽ രജിസ്റ്റർ ചെയ്തതിൽ എത്ര പേർക്ക് ഇപ്പം വരെ നമുക്ക് ജോലി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, പ്ലേസ്മെന്റ് കൊടുക്കാൻ? പ്ലേസ്മെന്റിൽ ഞങ്ങൾ ഇടപെട്ട് ചെയ്തത് 212 പേർക്ക് കൊടുത്തു. 212. അപ്പൊ ചെയർപേഴ്സൺ, ഞാൻ ചോദിച്ചോ, ഇതിനോടൊപ്പം തന്നെയാണോ ഡെപ്പോസിറ്റ് സ്കീം?
ഈ ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് നേരത്തെ അയൽക്കൂട്ടങ്ങളുടെ ത്രിഫ്റ്റ് ഫണ്ടിൽ നിന്നും വ്യത്യസ്തമാണോ? ഒരു 80% അയൽക്കൂട്ടങ്ങളെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിച്ച് ലോൺ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറെ സമ്പാദ്യങ്ങൾ കൂടിക്കിടക്കുന്ന അയൽക്കൂട്ടങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് ലോൺ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. ഒരു അയൽക്കൂട്ടത്തിൽ ഒരു വ്യക്തിക്ക് 1 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ എങ്ങനെയായാലും കഴിയൂല. അപ്പൊ CDS തലത്തിൽ അതൊരു സെക്യൂരിറ്റി, CDS അതൊരു സെക്യൂരിറ്റി ആയിട്ട് എടുത്ത് CDSൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം കൊണ്ടുവരുമ്പോൾ വ്യക്തികളും ഇതിലേക്ക് വരുന്നുണ്ട്, കുടുംബശ്രീ യൂണിറ്റുകളും വരുന്നുണ്ട്. ഒരു ആദ്യഘട്ടത്തിൽ ഞങ്ങൾ 1000 രൂപൻ്റേത് വെച്ചിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ വരുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഉള്ള ആവശ്യങ്ങൾക്ക് നേരത്തെ അത് എടുക്കാൻ പറ്റും, ഗ്രൂപ്പിന് അത് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മളെടുത്ത് വെക്കാൻ പറ്റും. അപ്പൊ ഗ്രൂപ്പിന്റെ ഡെപ്പോസിറ്റ് നമ്മൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. ആരാണ് ബാലസഭയെ കുറിച്ച് പറയാൻ പോകുന്നത്? ചെയർപേഴ്സൺ. വാർഡ് തലത്തിൽ കുടുംബശ്രീയുടെ ശക്തമായ ഇടപെടൽ മൂലം ബാലസഭ നന്നായിട്ട് പ്രവർത്തിക്കാനും ബാലസമിതി രൂപീകരിക്കാനും ബാലപഞ്ചായത്ത് രൂപീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. CDSന്റെ തനത് പ്രവർത്തനം ആയിട്ട് ബാലസഭ അദാലത്ത് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ബാലസഭകളിൽ കൂടിയും ബാലസമിതിയിൽ കൂടിയും ചർച്ച ചെയ്ത് പഞ്ചായത്ത് തലത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന രീതിക്കാണ് ബാലസഭ അദാലത്ത് നടത്തിയത്. കൂടാതെ അറിവിറങ്ങ് ക്യാമ്പുകൾ, ചാന്ദ്രദിനത്തോടനുബന്ധിച്ചിട്ടൊരു നാടകം, പിന്നെ ബോധവൽക്കരണ ക്ലാസുകൾ, രോഗവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, പിന്നെ ചിത്രരചന എന്നീ പരിപാടികൾ നടത്തുന്നുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഈ കുടുംബശ്രീയിലെ വനിതകളെ പ്രാപ്തരായ വനിതകളെ വെച്ചിട്ട് ട്യൂഷൻ ഫീസൊന്നും ഇല്ലാതെ ഓരോ ബാലസഭയുടെ പരിധിയിൽ വെച്ചിട്ട് ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കരാട്ടെ ബാലസഭകളിലൂടെ ക്യാമ്പുകള് ഞങ്ങൾക്ക് ഇവര് തന്നെയാണ് തരുന്നത്. ഓരോ പ്രത്യേക ദിനങ്ങളൊക്കെ ഞങ്ങൾ ആചരിക്കാറുണ്ട്. ഓണം, വിഷു, പിന്നെ ക്രിസ്മസ്, ചാന്ദ്രദിനം, അങ്ങനെ ലഹരി വിരുദ്ധ ദിനം, വുമൻസ് ഡേ, അതൊക്കെ ആഘോഷിക്കാറുണ്ട്. പിന്നെ ഈ കരാട്ടെ പറ്റി പറയൂ, എന്താണ് കരാട്ടെ പ്രവർത്തനങ്ങൾ? കരാട്ടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായി. നമുക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റും. സമൂഹത്തില് നമ്മളെ ആക്രമിക്കുന്ന ഒരാളെ നമുക്ക് നേരിടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടാവും. പിന്നെ എനിക്കുണ്ടായ പ്രത്യേകത എന്ന് വെച്ചാല് എനിക്ക് തീരെ കൃത്യനിഷ്ഠത ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. നല്ലൊരു കാര്യം. ഞാൻ ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു. പറയുന്നതില് വലിയ മടിയൊന്നുമില്ല. അപ്പോ ഞങ്ങളെ സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് 5 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുക. അതിന്റെ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡ് വൈകിയാൽ മതി, പിന്നെ ക്ലാസ് കയറില്ല. ആര്യ കരാട്ടയിൽ പർപ്പിൾ ബെൽറ്റ് കിട്ടിയ ആളാണ്. അപ്പൊ ആര്യ ഇപ്പൊ നമുക്ക് ഒരു സ്ത്രീയെ ആക്രമിക്കാൻ വന്ന എന്താ ചെയ്യാന്നാണ് ആര്യ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആര്യ ഒന്ന് വിശദമായിട്ട് പറയൂ, എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? ഓക്കെ, ഞാനൊരു സാധാ സ്ത്രീയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാനൊരു ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഒരാൾ ആ സൈഡിൽ നിന്ന് എന്നെ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യാ? അവരുടെ ഹെൽപ്പിന് 2 പേരും വേറെയുണ്ട്. ആക്രമിക്കാൻ വരുന്ന ആളുടെ കൂടെ. അപ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കും? ആര്യസുധ, ഇപ്പൊ മനസ്സിലായി സാധാ സ്ത്രീ ആണോ അല്ലയോ എന്നുള്ളത്. താങ്ക് യു. അപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് എന്താ പറയാനുള്ളത് ബാലസഭയെ കുറിച്ച്? നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് കുറേ ക്ലാസ്സുകളും കുറേ ക്യാമ്പുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് കരാട്ടെ, മ്യൂസിക്, ചിത്രരചന അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ മ്യൂസിക് ആണ് പഠിക്കുന്നത്. മ്യൂസിക് പാട്ട് പാടും? പാടാം. ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടുവയ്ക്കുകയാണു ഞാൻ
പിഴച്ചു പെറ്റൊരീ കൊച്ചു പൈതലി കാത്തുകൊള്ളുക. പെണ്ണാണ് കൊന്നൊഴിച്ചിടാൻ കഴിഞ്ഞീല പൊറുക്കുക. നിൻമടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾക്കുമിടമേകുക. അമ്മ തൻ കണ്ണുനീർപ്പെട്ടിൽ കുളിപ്പിച്ച് ഇറ്റുപാൽ കൊടുത്ത് ഉമ്മയാം ശ്രീതിലകം ചാത്തി നെറ്റിമേൽ ഇവളെ പാവമേ കുഞ്ഞു സീതയെ ജഗദംബ നിന്നുഴവിൻ ചാലിലായി മെല്ലെ കിടത്തുന്നേനനാഥയായി. NREGയുടെ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഞങ്ങളുടെ പഞ്ചായത്തിൽ 4576 ആളുകളെ രജിസ്റ്റർ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 4258 ആളുകൾ കുടുംബശ്രീ അംഗങ്ങളും വനിതകളുമാണ്. പിന്നെ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് 36 റോഡുകൾ റോളിംഗ് മെറ്റലിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 5 ഹെക്ടർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷി ചെയ്തതോടുകൂടി ഞങ്ങൾക്ക് കൃഷിയിലേക്ക് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ട്. കൂടാതെ SC കോളനികളുടെ ഭൂവികസന പ്രവർത്തികൾ, മണ്ണ് ജലസംരക്ഷണം, അതുപോലെ കിണർ നിർമ്മാണം, ഇതിലൊക്കെ ഞങ്ങൾക്ക് തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വീടുകൾ അവിടെ നേരത്തെ ഉണ്ടോ അതോ? എല്ലാവർക്കും വീടുകളുണ്ട്. മെമ്മി കൺവീനർ ഉണ്ടല്ലേ? പഞ്ചായത്ത് ഫണ്ടും കുടുംബശ്രീയും കൂടിയിട്ടാണ് ആടുഗ്രാമ പദ്ധതി കൊണ്ടുവന്നത്. 463 കുടുംബങ്ങൾക്ക് ക്ഷീരസാഗര പദ്ധതിയിലൂടെ പശുക്കളെ നൽകാൻ വേണ്ടി സാധിച്ചു. 463 എത്ര പശു വീതം? 486 ആളുകൾക്ക്. എത്ര പശു വീതം? ഒരു പശു. ആദ്യം പുരുഷന്മാർക്കായിരുന്നു നൽകിയിരുന്നത്. ഇപ്പൊ സ്ത്രീകൾക്കാണ് ഫണ്ട്, പഞ്ചായത്ത് ഫണ്ടും കുടുംബശ്രീയുടെ പേര് നൽകിക്കൊണ്ട് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആശ്രയ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത്. അതിൽ ഒന്നാം ഘട്ടം എന്നുള്ള രീതിയിൽ 48 ഗുണഭോക്താക്കൾക്കായിരുന്നു ആദ്യം കൊടുത്തിരുന്നത്. അത് നല്ല രീതിയിൽ ഭൂമിയില്ലാത്ത ആൾക്കാർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാനും വീട് വെച്ചു കൊടുക്കാനും കഴിഞ്ഞു. ഇപ്പം രണ്ടാം ഘട്ട പദ്ധതിയിൽ എന്നുള്ള അന്ന് തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം രണ്ടാം ഘട്ട പദ്ധതിയിൽ ഞങ്ങൾക്ക് പിന്നെ ഈ ഗുണഭോക്താക്കൾക്കൊക്കെ ഭക്ഷണം, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള രീതിയിലുള്ള പഠനോപകരണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആശ്രയ ഗുണഭോക്താക്കൾ ഒരു പരിധിവരെ ഇപ്പം ഒന്നുകൂടി ആദ്യത്തേതിൽ നിന്ന് മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഫാബ്രിക് പെയിന്റിന് ട്രെയിനിങ് കുടുംബശ്രീ CDS മുഖാന്തരമാണ് എനിക്ക് കിട്ടിയത്. ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കും CDSും ചേർന്ന് നടത്തിയ ഹ്രസ്വകാല കോഴ്സായിരുന്നു. അതിൽ പരിശീലനം കിട്ടി. 50 പേര് പരിശീലനത്തിൽ വന്ന് 44 പേര് ഇപ്പോൾ പരിശീലനം കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 44 പേരുടെ ലീഡർ ആവാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാനുള്ള സൗകര്യമേ ഇപ്പോഴുള്ളൂ. അത് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ ഞങ്ങളുടെ കുടുംബശ്രീയിൽ നോക്കുന്നുണ്ട്. പൊതുപ്രവർത്തകനായിട്ട് കുറച്ചു കാലമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? കേരളത്തിലെ പഞ്ചായത്തുകളുടെ മാറ്റം കുറെ ആ ഒരു കാലമൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ പൊതുവിൽ ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് കേരളത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്കൊരു കൂടുതൽ ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അതിനെങ്ങനെയാണ് സാർ കാണുന്നത്? അതെങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത്? എങ്ങനെയാണ് സ്ത്രീകൾക്ക് ആനുകൂല്യങ്ങളും സംരക്ഷണവും കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പദ്ധതികളായാലും പരിപാടികളായാലും നടപ്പാവുമെന്നൊരു ലക്ഷ്യം, ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുന്നു. ഇപ്പോൾ കോളനി പ്രദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വൃത്തിയുള്ള വീടുകളായി വന്നു. അവർക്ക് അവിടെ ഭക്ഷണം, ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ പുറമെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കഴിയുന്നൊരു സാഹചര്യം വന്നു. മാത്രമല്ല പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വലിയ ഒരു മാറ്റം വന്നു. അല്ല, പ്രസിഡന്റ് പറഞ്ഞു തൊഴിലുറപ്പ് വന്നോട് കൂടിയിട്ടാണ് നമുക്ക് കുറച്ചുകൂടി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ കണക്ക് നോക്കുമ്പോഴേ 1,11,000 തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിച്ചത്. അത് ഇന്നത്തെ വേജ് റേറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒരു 2,40,00,000 ചെലവാക്കി കാണും. ഒരു വർഷം 3500ഓളം ആൾക്കാരെ ജോലി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 10-32 ദിവസം
ഒരു വർഷത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾ മുഴുവൻ പണിക്ക് വരുന്നില്ല. പണിക്ക് വരുന്ന തൊഴിലാളിനെ 100 പണിയിലേക്ക് എത്തിക്കുക എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ വെച്ച്. 100 പണി കിട്ടിയാലേ ഒരു തൊഴിലാളിക്ക് ആ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി കഴിയുള്ളൂ. അതെ, അത് ശരിയാണ്. അപ്പൊ അതേ സംവിധാനം ഞങ്ങൾ മറ്റൊരു രംഗത്തേക്ക് കൂട്ടി തൊഴിലുറപ്പ് പദ്ധതി ഇന്നെ പഞ്ചായത്തിന്റെ സോളിംഗ് പ്രവൃത്തികളായിട്ട് കൊണ്ടുവന്നു. അവിടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നപ്പോൾ വലിയൊരു നേട്ടമുണ്ടായി. കഴിഞ്ഞ വർഷം 8.5 കിലോമീറ്റർ റോഡ് ഞങ്ങൾ സോളിംഗ് ചെയ്തു. അവിടെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് എന്താ പറഞ്ഞാൽ, ഒരു 10 സ്ക്വയർ ചെയ്യാൻ 730 റുപ്യ കരാറുകാർക്ക് കൊടുക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കൊടുക്കുന്നത് 430. കൂലി ഡാറ്റ വ്യത്യാസമല്ല, കൂലി റേറ്റിൽ വ്യത്യാസമുണ്ട്. ഇവരെ കൂലി കുറവാണ്, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുറവാണ്. അതേസമയത്ത് കരാറുകാരന് കൊടുക്കുന്നത് 730. ഈ വ്യത്യാസമുണ്ട്. ഇപ്പൊ ലാഭം ഗ്രാമപഞ്ചായത്തിന് 8.5 കിലോമീറ്റർ നടത്തുന്ന സമയത്ത് 300 റുപ്യ തോതിൽ കണക്കൂട്ടിയാൽ 10 സ്ക്വയർ കണക്കൂട്ടിയാൽ അത്രയും വലിയൊരു സംഖ്യ ലാഭമുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കാൻ നാട്ടുകാർ വരുന്നുണ്ട്. അവിടെ വെള്ളം വേണമെങ്കിൽ വെള്ളം എത്തിച്ചു കൊടുക്കും, മണ്ണ് വേണമെങ്കിൽ മണ്ണ് എത്തിച്ചു കൊടുക്കും, താത്തണമെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മാൻ പവറിൽ ഉപയോഗിക്കുന്നു. അവർ JCB വെച്ച് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കും. അവർക്ക് നാട്ടുകാരുടെ സ്വന്തം ചെലവ്. അപ്പൊ ഏറ്റവും കൂടുതൽ പണം, പൊതുപണം, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ സഹകരണം ഈ രംഗത്ത് വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക്. അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണെന്ന് അറിയാനുള്ള സമയമാണ് ഇനി. നമുക്ക് കണ്ണമാഷോട് ചോദിക്കാം ആദ്യം. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് മറ്റെല്ലാ ഗ്രൂപ്പുകളെയുമായി തന്നെ പല മിഷൻ പറയുന്ന പല പരിപാടികളും നടത്തുന്നുണ്ട്. ഹരിതശ്രീ കൃഷി, സംഘകൃഷി, ആട് മാട് വളർത്തൽ, മുട്ടക്കോഴി വിതരണം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊക്കെ പുറമെ നിങ്ങൾ തന്നെ ആലോചിച്ച് നൂതനമായിട്ട് ഇവിടെ 1-2 പരിപാടികൾ അല്ലേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 1-2 പരസ്പരം ബന്ധിതമാണ്. നാടകാവതരണത്തിലൂടെ നിങ്ങളെ അവിടെ മദ്യം മുക്തമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ. അത് 32 സ്ഥലങ്ങളിൽ നാടകം കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അതൊരു സ്വയം നന്നാവാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയിട്ട് അതൊരു സാമൂഹ്യ തലത്തിലാണ് നിങ്ങൾ ചെയ്തത്. ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടി ആയിട്ടാണ്. നൂതനമാണ്. വളരെ കുറച്ച് ഗ്രൂപ്പുകളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുന്നോട്ട് വന്നിട്ടുള്ളൂ എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അതിൽ നിന്ന് മുക്തമായിട്ട് വരാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ, അവർക്കും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള ഒരു ഇന്റേണൽ ജോബ് റിക്രൂട്ട്മെന്റ്, തൊഴിൽ കണ്ടുപിടിച്ച് അത് നടത്തിക്കൊടുക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ തൊഴിലേർപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്, ജോബ് പ്ലേസ്മെന്റ് പ്രോഗ്രാം അല്ലേ. 512ഓളം ആൾക്കാർ അതിനു വേണ്ടി വന്നു. 212 പേർക്ക് അത് കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം പ്രാദേശികമായി കൂട്ടായി നമ്മൾ ചിന്തിക്കുകയും ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ അധ്വാനിക്കാൻ ആളുകളുണ്ടെങ്കിൽ തൊഴിൽ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ കാണിച്ചത്. അപ്പം ഇത് രണ്ടും വളരെ നൂതനമായിട്ട് എനിക്ക് തോന്നി. അത് കൂടുതൽ പേർ അറിയണം. അപ്പം ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് 25-ൽ 20 മാർക്ക്. ചാത്തമംഗലത്തിന്റെ കഥ വളരെ രസകരമായും സരസമായും ഒക്കെ അവതരിപ്പിച്ച നിങ്ങൾക്കെല്ലാവർക്കും എനിക്ക് നന്ദിയുണ്ട്. വളരെ നല്ല ഒരു നരേറ്റിംഗ് സ്റ്റൈലായിരുന്നു പൊതുവെ, ലീലയുടെ ആയാലും ചെയർപേഴ്സന്റെ ആയാലും ഒക്കെ. ആ നാട്ടിലെ ഒരു സ്ഥിതിയെ പറ്റിയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന പോലെയാണ് നിങ്ങൾ സംസാരിച്ചത്. നാട്ടിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെയൊക്കെ സംസാരത്തിലുണ്ട്. സാമ്പത്തിക ഭദ്രതയ്ക്കും തൊഴിലിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവിടെ CDSന്റെ അല്ലേ, അതിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നൂതനമായ നാടകം പോലെയുള്ള ഒരു കലാരൂപം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ആശയ പ്രചരണ പരിപാടി, അതൊക്കെ തന്നെയും വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ബാലസഭ കുട്ടികൾ രണ്ടുപേരും വളരെ ആക്റ്റീവാണ്. പൊതുവിൽ ഈ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എനിക്ക് വളരെ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ നൽകുന്നത് 25-ൽ 18 മാർക്ക്. ലീല 62 വയസ്സിൽ അച്ഛനെയും 27 വയസ്സിൽ സഹോദരനെയും നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ
ഒരു പൊതുജനാരോഗ്യ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ അത് കേരള സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നേർപരിച്ഛേദമാണ്. നേരത്തെ നമ്മൾ മദ്യ ഉപയോഗം തുടങ്ങുന്നതിന്റെ പ്രായം നേരത്തേക്കാൾ ഇപ്പോൾ കുറഞ്ഞു. മരണം ഉൾപ്പെടെയുള്ള സങ്കീർണതകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒക്കെ സംഭവിക്കുന്നതിന്റെ പ്രായവും കുറഞ്ഞു. അപ്പൊ ആ കഥകളിലും മറ്റ് തുടർന്ന ചർച്ചകളിലും നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. പ്രാദേശിക ആസൂത്രണത്തിന്റെ വിലയേറിയ പാഠങ്ങളാണ് സാബിറ മാഡം, സാബിറത്തെ എന്ന ആൾക്കാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന സാബിറ മാഡവും പങ്കുവെച്ചത്. ചാത്തമംഗലത്തിന് 25-ൽ 19 മാർക്ക്. 25-19. രാധിക മാം 15-ൽ എത്ര മാർക്ക്? ചാത്തമംഗലത്തിൽ എനിക്ക് ഏറ്റവും ഇതിനകത്തൊരു വ്യത്യസ്തത തോന്നിയത് നിങ്ങളുടെ കണ്ണൻ സാർ പറഞ്ഞ പോലെ ജോബ് റിക്രൂട്ട്മെന്റും അതുപോലെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് സ്കീം, അത് രണ്ടും ഞാൻ വളരെ കുറച്ചിതിലേ വന്നിട്ടുള്ളൂ. ഞാൻ ഒരിടത്ത് ഇത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എസ്പെഷ്യലി ആ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ബാലസഭയുടെ കരാട്ടെ, ആ കുട്ടിയുടെയൊക്കെ കോൺഫിഡൻസ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കോൺഫിഡൻസ് ആണ്. ചാത്തമംഗലം പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു കുട്ടി ഇത്ര ഭംഗിയായിട്ട് സംസാരിക്കാനൊക്കെ കഴിഞ്ഞത് തീർച്ചയായിട്ടും അത് ആ കരാട്ടെ പരിശീലനം തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അതുപോലെ തന്നെ നന്നായിട്ട് മനോഹരമായി കവിത പാടി. ഇപ്പൊ എല്ലാ തരത്തിലും നിങ്ങൾ സ്പോർട്സ് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഡെവലപ്മെന്റും നിങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ നന്നാവട്ടെ നിങ്ങളുടെ പ്രവർത്തനം. 15-ൽ 12 മാർക്ക്. 10-ൽ എത്ര മാർക്കാണ് തരുന്നതെന്ന് നമുക്ക് ബിജു സാറിനോട് ചോദിക്കാം. നാടകത്തിന് വലിയൊരു ചരിത്രമുള്ള സ്ഥലമാണ് കോഴിക്കോട്. KT മുഹമ്മദും തിക്കോടിയന്റെയൊക്കെ ഒരു നാട്ടില് സാമൂഹ്യ പരിഷ്കരണത്തിന് നാടകം തന്നെ ഒരു മീഡിയമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒട്ടും അത്ഭുതമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നാടകം, പിന്നെ നിങ്ങളുടെ ഈ ബാങ്കിങ് സംവിധാനം, നിങ്ങളുടേതായ ഒരു ബാങ്കിങ് ജോബ് റിക്രൂട്ട്മെന്റ്, അപ്പോൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് മോള് കവിതയിൽ പറഞ്ഞതുപോലെ പെണ്ണിന്റെ ഉടയൻ ദുഃഖമാണ് എന്നാണ് കവിതയിൽ പറയുന്നത്. പക്ഷേ പെണ്ണിന്റെ ഉടയൻ ദുഃഖമല്ല, നമ്മുടെ ആത്മശക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 10-ൽ നിങ്ങൾക്ക് 8 മാർക്ക്. 10-ൽ 8 മാർക്ക്. കലാകായിക രംഗം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വികസനമാണ് ചാത്തമംഗലം ലക്ഷ്യം വയ്ക്കുന്നത്. ചാത്തമംഗലം CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 100-ൽ 77. മദ്യദുരന്തം പലതരത്തിലാണ് ഓരോ കുടുംബവും അനുഭവിക്കുന്നത്. ചിലത് തീർത്തും നിശബ്ദമായി, അദൃശ്യമായി കുടുംബങ്ങളെ പാടെ തകർത്ത് കളയും. വിവിധ തരത്തിൽ മദ്യദുരന്തത്തിന് ഇരയായവർ ചേർന്ന് നാടകത്തിലൂടെ അതിനെതിരെ പ്രതിരോധിച്ച കഥയാണ് നമ്മൾ കേട്ടത്. നാടകം ഒരു നാടിനെ മാറ്റിമറിച്ച ആവേശം പകരുന്ന കഥ. ചാത്തമംഗലത്തിന്റെ മദ്യവിരുദ്ധ നയങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. നന്ദി, നമസ്കാരം. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലേ. ആൾക്കൊരാശയ്ക്കായി പെണ്ണെ പാടണമെന്നുണ്ട്, 2 മനസ്സാണ് പെണ്ണെ പൊന്നെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ.